ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ Agrow എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു ചെടിയുടെ വിശേഷമാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുന്ന ഒരു ചെടിയാണ് ഈ കാക്കപ്പൂവ്. പണ്ട് കാലങ്ങളിൽ പാടങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ കളറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം കളറുകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ കാക്കപ്പൂവ് അല്ലെങ്കിൽ ടൊറീന എന്ന് പറയുന്ന ഈ ചെടി. അപ്പോൾ ഈ ചെടി വെച്ച് പിടിപ്പിക്കാൻ വളരെ പ്രയാസമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ചെടികൾ കിട്ടുകയാണെങ്കിൽ നട്ട് വയ്ക്കുകയാണെങ്കിൽ തന്നെ പിടിച്ച് കിട്ടുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കളർ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരുപാട് കളർ കിട്ടും എന്നുള്ള ഒരു പ്രത്യേകതയാണ്. കാരണം ഇതിൽ നിന്നും പരാഗണം നടന്ന് വളരെയധികം കളറുകൾ ഉണ്ടായി വരും. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ് ഈ കാക്കപ്പൂവ്. കൂട്ടത്തോടെ നടുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും നമ്മുടെ പൂന്തോട്ടങ്ങളിൽ. അത്ര നിസ്സാരനാക്കി കളയേണ്ട ഒരു ചെടിയല്ല ഈ കാക്കപ്പൂവ് എന്ന് പറയുന്ന ഈ ചെടി. വളരെ ബ്രൈറ്റായിട്ടുള്ള കളറുള്ള ചെടികളാണ് പൂക്കളാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെയധികം നല്ല കളറുകളാണ് ഇതിലുണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ മറ്റുള്ള ചെടികൾ ഉപയോഗിക്കുന്നത് പോലെ അത്ര പരിചരണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇത് വളർന്ന് കിട്ടുന്നതാണ്. നമ്മുടെ പൂന്തോട്ടം അലങ്കരിക്കാൻ വളരെയധികം മനോഹരമായ ഒരു ചെടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. ഒന്നോ രണ്ടോ ചെടികൾ നമുക്കുണ്ടെങ്കിൽ പിന്നീട് അതിൽ നിന്നും മൾട്ടിപ്ലൈ ചെയ്ത് വളരെയധികം ചെടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ വിത്തുകൾ തന്നെ ഒരു വിത്തിൽ നിന്ന് തന്നെ 200-300 ചെടികൾ വരെ ഉണ്ടാകുന്ന വിത്തുകൾ ഒരു പൂവിൽ നിന്ന് തന്നെ വിത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചെടി വളർത്താൻ വളരെ പ്രയാസമൊന്നുമില്ല. അതുപോലെ മഴ പെയ്യുമ്പോൾ ഇത് ഒരുപാട് കിളിച്ച് വരികയും ചെയ്യും. നമ്മൾ ഈ പഴയ വിത്തുകൾ കിടന്നിട്ട് ഒരുപാട് തൈകൾ നമുക്കിതിൽ നിന്നും കിട്ടുകയും ചെയ്യും. കൂട്ടത്തോടെ വയ്ക്കുകയാണ് ഇതിൻ്റെ ഭംഗി. ഒരു ചട്ടിയിൽ തന്നെ 2-3 കളറൊക്കെ വയ്ക്കാം. ഒരു ചട്ടിയിൽ 2-3 തൈകൾ വെച്ച് നടാം. അങ്ങനെയൊക്കെ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും നമ്മുടെ പൂന്തോട്ടം കാണുവാൻ. കുറച്ച് പൂപിടുത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തലഭാഗവും ആ വിത്തൊക്കെ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പുതിയ തളിരിലകൾ വന്ന് അതിൽ നിറയെ മുട്ടുകളായി നിറയെ പൂക്കൾ പിടിക്കുകയും ചെയ്യും. അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ഭാഗം നിങ്ങൾ കാക്കപ്പൂവിനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് വളരെ വിലയൊന്നുമുള്ള ചെടിയൊന്നുമില്ല. 10-15 രൂപ കൊടുക്കുമ്പോൾ തൈയൊക്കെ കിട്ടും. 2-3 തൈകൾ വെച്ച് ഈ വർഷം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഇത് 1000 ചെടികളാക്കി മാറ്റാൻ കഴിയും ഉറപ്പായിട്ട്. ഞാനിത് 3-4 തൈകൾ മാത്രം വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്നുമുണ്ടായ തൈകളാണ് ഇതൊക്കെ. എല്ലാ വർഷവും ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഒരുപാട് കിളിച്ച് വരികയും അങ്ങനെ നമുക്ക് മാറ്റി നടുകയും ചെയ്യാം. പറിച്ച് ദൂരെ കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം അത്രമാത്രം ചെടികളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.